ബെഡ്റൂമിലൊരു കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഞങ്ങളുടെ ബെഡ്റൂമിലൊരു പടം വരച്ചത്. ബെഡ്റൂമിലൊരു പടം വരച്ചതിൻ്റെ പേരിൽ പപ്പായും അമ്മയും വഴക്കുണ്ടാക്കി നമ്മുടെ റിമൂസിനെയും കൊണ്ട് സിറ്റൗട്ടിൽ പെയിൻറ്റിങ് വരയ്ക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും വരച്ചത്. ഇവിടെ അതുല്യ പ്രതിഭയാണെന്നാണ് തോന്നുന്നത്. എന്ത് പടമാണ് വരയ്ക്കുന്നത്? ഫോണിലെ ഫോട്ടോന്ന് കാണിക്കൂ. ഇതല്ലല്ലോ ഇവിടെ വരച്ചേക്കുന്നത്. ഓ ഇത് മിക്സഡ്. ഓക്കെ. ഓ മനസ്സിലായി. ഓക്കെ, ആ ശരി. ഓ മറ്റേ ഇപ്പം ഇതാണ് അവിടെ വരയ്ക്കാൻ പോകുന്നേ. കാണിച്ചേ. പാവം കൊച്ച് ബെഡ്റൂമിലൊരു പണം വരച്ചതിന്റെ പേരില് നാളെ ഇവള് തിരിച്ചു പോവാണ് ഹോസ്പിറ്റലില്. അപ്പൊ പണം വരച്ചിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. അതിന് കഷ്ടപ്പെട്ടിരുന്ന പണിയെടുക്കുക. ഇതുവരെ പെയിന്റിങ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ച് നിർത്തിക്കുന്നേ ഉള്ളൂ. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ഇത് എത്ര നേരം കൊണ്ട് തീരും രമൂസേ? 2 മണിക്കൂർ വേണോ? 1 മണിക്കൂർ വേണോ? ശരി. അങ്ങനെ നമ്മുടെ പടം വരയുടെ ഏകദേശ ഫിനിഷിങ്ങിലേക്ക് വന്നേക്കാണ്. ഓക്കെ, കാണാം. പെയിന്റിങ്ങിനാണ്. എന്തൊരു കോഴിക്കുഞ്ഞോ? കളർ ഇത് 2 ഒഴിപ്പുള്ളൂ, അതുകൊണ്ടാണ് ഉള്ള കളറിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സൂപ്പറായില്ലേ? നമ്മുടെ ഈ അകത്ത് കാണുന്ന സ്റ്റിക്കർ എന്താ പറയാ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് പെയിന്റിങ് അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഒറിജിനൽ ക്ലോക്ക് ഫിറ്റ് ചെയ്യാൻ പോവാം. അതിന്റെ ബോഡി കളഞ്ഞിട്ട് കുറച്ച് ടെക്നിക്സ് ലേരമോ. കോഡിന്റെ പെയിന്റിങ്ങിലാണ്. പൂവാണ് വരയ്ക്കുന്നേ. പൂവിന് വേറെ ചുവപ്പ് കളറൊക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? അല്ലെ വിട്ടേക്ക്, നമുക്ക് വന്ന് വാങ്ങിച്ചിട്ടേ ആഡ് ചെയ്യാം. ശരി, ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫുൾ ആഡ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ സിറ്റൗട്ടിലെ പിക്ചർ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഓവറോൾ വെളിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം, നല്ല ഫിനിഷിംഗ് ഉണ്ട്. വരച്ച ആളവിടെ ഉണ്ട്. പെയിന്റിങ്ങിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ക്യാമറ കണ്ണുകളിൽ പകർത്താൻ പറ്റിയില്ല. സ്വന്തം ഫോട്ടോ നോക്കി ആസ്വദിച്ച് വെള്ളം ഇറക്കുന്ന രമ്യ. അമ്മയുടെ നിർമ്മത്തിന് വരച്ചത്. ഈ ക്ലോക്കിന്റെ സൈഡിൽ നമ്മളൊരു ഒറിജിനൽ ക്ലോക്ക് വെട്ടി വൃത്തിക്ക് വെക്കാൻ വേണ്ടി ഇരിക്കാം. എന്താണ് പറയാനുള്ളത് പടത്തെ പറ്റി? വേറൊന്നും പറയാനില്ല. ഈ കിളികൾ ആദ്യം നമ്മള് ബ്ലാക്ക് ആക്കാനായിരുന്നേ, പക്ഷെ പിന്നെ ഓർത്ത് ഫുള്ള് ബ്ലാക്ക് ആയാലും ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കളർ കൊടുക്കാനായിരുന്നു. കിളികള് ഫുള്ള് ബ്ലാക്ക് ആണല്ലോ. കിളികളുടെ കൂട് പൂക്കള് ബ്ലാക്ക് വരത്തില്ലല്ലോ. പൂക്കൾ എങ്ങനെയാ ബ്ലാക്ക് വരുന്നത്? അല്ലെന്ന്, അങ്ങനെയാണ് കിളി എങ്ങനെ ബ്ലാക്ക് വരുന്നത്? പൂക്കളെ ഒരിക്കലും ബ്ലാക്ക് വരാൻ പറ്റത്തില്ല. താഴോട്ട് കാണിച്ചു തരാം. ഈ താഴെ ഈ കിളി ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇവിടെ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പെയിന്റ് വീണോണ്ട് ഒരു കിളിയെ വരച്ചതാ. അപ്പൊ എല്ലാരും പറഞ്ഞു നന്നായിട്ടുണ്ട്. ആരും അതന്നെ. ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറാണ്. ശരി.